അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദ പവേഴ്സ് ടു വിച്ച് ദ ബേസ് ക്വാണ്ടിറ്റി ആർ റേസ്ഡ് ടു റെപ്രസെൻറ്റ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമുക്കറിയാം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് 7 ബേസ് ക്വാണ്ടിറ്റി അഥവാ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിൽ നിന്നാണ്. നമുക്കറിയാമല്ലോ അത്. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അഥവാ ബേസ് ക്വാണ്ടിറ്റി എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും അതുപോലെ തന്നെ എത്ര ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ടാണ് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടിയിരിക്കുന്നതെന്നും കാണിച്ചു തരുന്ന ഒരു ഫോർമുല. അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അഥവാ ബേസ് ക്വാണ്ടിറ്റിയിലാണല്ലോ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി എഴുതുന്നത്. അപ്പോൾ ആ ഒരു ബേസ് ക്വാണ്ടിറ്റിയുടെ പവറിനെ വിളിക്കുന്നതും എന്താണ്? ഡയമെൻഷൻസ് എന്നാണ്. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നറിയാം. നമുക്ക് എക്സാമ്പിളിലൂടെ നോക്കാം. ഇവിടെ ആദ്യത്തെ എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഏരിയ എന്ന് പറഞ്ഞ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്കറിയാലോ. ഏരിയ എന്ന് പറഞ്ഞത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അറിയാലോ, ഏരിയയുടെ ഫോർമുലയാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ ലെങ്ത് എന്ന് പറഞ്ഞത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അഥവാ ബേസ് ക്വാണ്ടിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ 7 ബേസ് ക്വാണ്ടിറ്റി. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് തന്നെയാണ് ബേസ് ക്വാണ്ടിറ്റി. അപ്പോൾ ലെങ്ത് ആണ് ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞത് ഇവിടെ ലെങ്ത് തന്നെയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇൻറ്റു ലെങ്ത്. അതായത് ഏരിയ എന്ന് പറഞ്ഞത് ലെങ്ത് സ്ക്വയർ ആണ്. ലെങ്ത് ഇൻറ്റു ലെങ്ത്തിനെ ലെങ്ത് സ്ക്വയർ എന്നത് നമുക്ക് എഴുതാം. നമുക്ക് എൽ സ്ക്വയർ നമുക്ക് എഴുതാം. ലെങ്ത് സ്ക്വയറിനെ ഷോർട്ട് ആക്കിയിട്ട് എൽ സ്ക്വയറിന് എഴുതാം. ഇനി ഈ ഡയമെൻഷൻസ് ഓഫ് ലെങ്ത് എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു കള്ളിന് എടുക്കുന്നത് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ്. ഇതിനെ എൽ സ്ക്വയർ എന്നിട്ട് കഴിഞ്ഞാൽ ഡയമെൻഷൻസ് ഓഫ് ലെങ്ത് എന്നേ ഓർത്തുള്ളൂ. ആ ഡയമെൻഷൻ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ഇവിടെ എത്രയാണ്? 2 ആണ് ഇവിടുത്തെ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ഇങ്ങനൊരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. ഇതിനർത്ഥം ഡയമെൻഷൻ ഓഫ് ലെങ്ത് എന്നാണ്. ഡയമെൻഷൻ, ഈ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത് തെറ്റൂട്ടാ. ഡയമെൻഷൻ ഓഫ് ലെങ്ത് പരീക്ഷ ചോദിക്കും. ഡയമെൻഷൻ ഓഫ് ലെങ്ത് ഇവിടെ എത്രയാണ്? 2. വേണ്ട, ഇതാണ് ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ്. ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് വീണ്ടും പോവാം. ഇനി നന്നായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും എക്സ്പ്രസ് ചെയ്യുന്നത് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അഥവാ 7 ബേസ് ക്വാണ്ടിറ്റിയുടെ ഫോർമാറ്റിലാണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ഓഫ് ലെങ്ത് എന്ന് പറഞ്ഞത് എന്താണ്? എൽ, ക്യാപിറ്റൽ ലെറ്റർ എൽ. ഇങ്ങനെയാണ് ഡയമെൻഷൻ ഓഫ് ലെങ്ത്തിനെ റെപ്രസെൻ്റ് ചെയ്യുക. മാസ് ആണെങ്കിൽ എം. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡയമെൻഷൻസ് ഓഫ് മാസ്. ടൈം ആണെങ്കിൽ ടി. ഇനി ഇലക്ട്രിക് കറണ്ട് ആണെങ്കിൽ എ, അല്ലെങ്കിൽ ചിലതിൽ ഐ ആയിട്ടും ഉപയോഗിക്കും. ഇനി ടെമ്പറേച്ചർ ആണെങ്കിലോ ഡയമെൻഷൻ ഓഫ് കെ. ടെമ്പറേച്ചറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു കള്ളി ഇട്ട് കൊടുക്കണം. അത് ഡയമെൻഷൻ എന്നാണ് അർത്ഥം. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡയമെൻഷൻ ഓഫ് MOL. ഇനി ലൂമിനസ് ഇൻറ്റൻസിറ്റി ഡയമെൻഷൻ ഓഫ് കാൻഡില. കണ്ട, ഈ ഒരു 7 ബേസ് ക്വാണ്ടിറ്റിയിൽ അഥവാ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിൽ നിന്നാണ് ഒരുവിധം എല്ലാ ഫിസിക്സിലെ ടേമും എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. ലെങ്ത് ആണെങ്കിൽ എൽ വെച്ചിട്ട്, മാസ് ആണെങ്കിൽ എം, ടൈം ആണെങ്കിൽ ടി. ടൈമും ടെമ്പറേച്ചറോട് തെറ്റിപ്പോകരുത്. ടൈം എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടി വെച്ചിട്ടും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കെ വെച്ചിട്ടുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇലക്ട്രിക് കറണ്ട് എയും ഐയും വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. കോമൺലി നമ്മൾ എ വെച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് MOL, ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡില. കുറച്ച് എക്സാമ്പിൾ കൂടിയും നോക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് MLT എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റിലാണ്. അതായത് ഡയമെൻഷൻ ഓഫ് MLT. ഈ ഒരു ഫോർമാറ്റിലാണ് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലെങ്ത് എന്ന് പറഞ്ഞ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഈ ലെങ്ത് എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമ്മൾ ഡയമെൻഷൻ ഓഫ് MLT എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ എക്സ്പ്രസ് ചെയ്തു. അപ്പോൾ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലെങ്ത്തിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? ഡയമെൻഷൻ ഓഫ് L വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ M എന്ന് പറയുന്നത് 0 ആണ്. ലെങ്ത് എന്ന് പറയുന്നത് L⁻⁴ എന്ന് എഴുതിയാലും L എന്ന് എഴുതിയാലും കറക്റ്റാണ്. T⁻⁴.
ടൈം ഒന്നും ഇവിടെ ഇല്ല, ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഇവിടെ വരുന്നത്? m⁻⁴, l⁻⁴, t⁻�0. ഇതാണ് ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. അപ്പോൾ ചില കാര്യങ്ങളിൽ MLT എന്ന് പറയുമ്പോൾ MLTയിൽ തന്നെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ l⁻⁴ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, = l⁻⁴ എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ MLTയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ m0, l1, t⁻�0. ഇനി ഈ m⁻⁴, t⁻�0 എന്തായിട്ട് മാറും? a⁻⁴ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 എന്നാണ് അർത്ഥം. അപ്പോൾ m⁻⁴ 1 ആയിട്ട് പോവും, t⁻�0 1 ആയിട്ട് പോവും. അപ്പോൾ 1 × l⁻⁴ × 1 എന്ന് പറയുമ്പോൾ l⁻⁴ എന്ന് ആൻസർ കിട്ടും. ഇവിടെ നമ്മൾ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിച്ചു MLT ഫോർമാറ്റിൽ. അടുത്ത നമുക്ക് മാസിൻ്റെ കണ്ടുപിടിക്കാം. മാസ്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ MLT നേരിട്ട് എഴുതിക്കോ. ഇനി m എന്ന് പറയുന്നത് എന്താണ്? 1. ഇവിടെ ലെങ്ത്തും ടൈമും ഒന്നുമില്ല, അപ്പോൾ രണ്ടും 0 ആക്കി. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? m⁻⁴, l⁻⁴, t⁻�0. ഇതിനെ നമുക്ക് m⁻⁴ എഴുതാം. പിന്നെ എന്തെഴുതാം? m, ഡയമെൻഷൻ ഓഫ് m. ഈ m⁻⁴ എന്ന് പറഞ്ഞത് തന്നെയാണ് m എന്ന് പറയുന്നത്. a⁻⁴ എന്ന് പറയുന്നത് തന്നെയാണ് a. അപ്പോൾ അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ മാസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ M വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിളിലേക്ക് നോക്കാം. ടൈം. ഇതേപോലെ തന്നെ ഡയമെൻഷൻ ഓഫ് MLT. ഇവിടെ എന്ത് വരും? m⁻⁴, l⁻⁴, t⁻⁴. അപ്പോൾ എന്ത് വരും? t⁻⁴. ഡയമെൻഷൻ ഓഫ് t. ഇതാണ് ആൻസർ. ഇനി വേറൊരു ഫോർമുല. ഇനി നമ്മൾ ഇതിപ്പോൾ ഫണ്ടമെൻ്റൽ അഥവാ ബേസ് ക്വാണ്ടിറ്റിയിലാണ് നമ്മളെല്ലാം ചെയ്തേക്കുന്നത്. ഇനി എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വോളിയത്തിൽ നമുക്ക് നോക്കാം. വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എങ്ങനെ തന്നാലും വോളിയത്തിന് നമുക്ക് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ലെങ്ത് തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് ചോദിച്ചാലും ഹൈറ്റ് ചോദിച്ചാലും ഒക്കെ ലെങ്ത് എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിനെ വീണ്ടും ലെങ്ത് ഇൻറ്റു ലെങ്ത് എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? ഡയമെൻഷൻ ഓഫ് L ഇൻറ്റു ഡയമെൻഷൻ ഓഫ് L ഇൻറ്റു ഡയമെൻഷൻ ഓഫ് L = ഡയമെൻഷൻ ഓഫ് L⁻. കണ്ട? അതായത് വോളിയത്തിൻ്റെ ഡയമെൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് L⁻. ഡയമെൻഷണൽ ഫോർമുലയാണ് വോളിയത്തിൻ്റെ. MLT ഫോർമാറ്റിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ m⁻⁴, L⁻, t⁻�0. ഇതാണ് MLT ഫോർമാറ്റ്. ഇങ്ങനെ എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് L⁻ എന്ന് നേരിട്ട് എഴുതാം. അപ്പോൾ വോളിയത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ് L⁻. ഇതൊന്ന് പഠിച്ചു വയ്ക്കും. ഇനി ഈ വോളിയത്തിൻ്റെ SI യൂണിറ്റ് എഴുതാൻ പറഞ്ഞു വയ്ക്കി. ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോൻ്റെ ആദ്യം തുടക്കത്തിൽ പാർട്ട് 1 കൂടി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. ലെങ്ത്ത് 3 ഉള്ളത്, ലെങ്ത്ത് ക്യൂബ് ആയതുകൊണ്ട് ഇവിടുത്തെ SI യൂണിറ്റ് എന്ന് പറഞ്ഞത് എന്താണ്? m3 ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യണേ.